കിടിലൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ആൻഡ് പൂക്കോട്ടുംപാടം. നിലമ്പൂർ നഗരസഭയിൽ മികച്ച പോളിംഗ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 5% പോളിംഗ് വർദ്ധിച്ചു. അന്തിമ കണക്കുകൾ പുറത്തുവരുമ്പോൾ ഇനിയും കൂടാനാണ് സാധ്യത. നിലമ്പൂർ നഗരസഭയിൽ 74.76% പോളിംഗ്. ഇത്തവണ ആകെയുള്ള 38,496 വോട്ടർമാരിൽ 28,778 പേർ ഇതിനകം വോട്ട് രേഖപ്പെടുത്തി. പോളിംഗിൽ 5% വർധനവാണ് ഉണ്ടായത്. പോളിംഗിലെ വർധനവ് അനുകൂലമാവുമെന്നാണ് ഇരു മുന്നണികളുടെയും അവകാശവാദം. നിലവിൽ 33 ഡിവിഷനുകളുള്ള നഗരസഭയിൽ LDFന് ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ 23 അംഗങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിന് 9ഉം BJPക്ക് 1 സീറ്റുമുണ്ട്. ഇത്തവണ 36 ഡിവിഷനുകളുണ്ട്. നഗരസഭയിലെ ബൂത്തുകളിൽ രാവിലെ മുതൽ നല്ല പോളിംഗ് ഉണ്ടായിരുന്നു. ആദ്യ 5 മണിക്കൂറിൽ തന്നെ 33% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും റിബലുകളും തൃണമൂൽ SDP സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ 8 പേർ ജനവിധി തേടുന്ന മുമ്മുള്ളി ഡിവിഷനിൽ ആവേശകരമായ പോളിംഗാണ് നടന്നത്. മുമ്മുള്ളി അംഗൻവാടി ബൂത്തിൽ രാവിലെ മുതൽ നല്ല തിരക്കുണ്ടായിരുന്നു. നിലവിലെ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണനും മുൻ അധ്യക്ഷ പത്മിനി ഗോപിനാഥും മത്സരിക്കുന്ന കോവിലകത്തുമുറി ഡിവിഷനിലെയും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആശുപത്രിക്കുന്ന് ഡിവിഷനിലെയും ബൂത്തുകൾ സജ്ജീകരിച്ച നിലമ്പൂർ മോഡൽ UP സ്കൂളിലെ ബൂത്തുകളിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടു. ആര്യടൻ ഷൌക്കത്ത് MLA മാതാവ് മറിയുമയ്ക്കും കുടുംബത്തിനുമൊപ്പം രാവിലെ 8-ന് നിലമ്പൂർ നഗരസഭയിലെ മണലോടി 28-ാം വാർഡിൽ വീട്ടിക്കുത്ത് GLP സ്കൂളിൽ വോട്ട് ചെയ്തു. ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP ഭാര്യ ജാസ്മിനൊപ്പം രാവിലെ 11-ന് നിലമ്പൂർ മോഡൽ UP സ്കൂളിലെ 1-ാം വാർഡിൽ വോട്ട് രേഖപ്പെടുത്തി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ M സ്വരാജ് പയ്യമ്പള്ളി അംഗനവാടിയിൽ വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.